കുവൈറ്റിൽ ജോലി ചെയ്യുന്ന പ്രവാസികളും സ്വദേശികളും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട വളരെ നിർണായകമായ ഒരു ഗവൺമെന്റ് ഓർഡർ പുറത്തു വന്നിരിക്കുകയാണ്. കുവൈറ്റിലെ രാജ്യവ്യാപകമായിട്ട് പ്രവർത്തിക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ, അതായത് സഹകരണ സംഘങ്ങളിൽ ജോലി ചെയ്യുന്ന 70 വയസ്സും അതുപോലെ അനുമതികളിലും പ്രായമുള്ള എല്ലാ ജീവനക്കാരുടെയും സേവനം അടിയന്തരമായിട്ട് അവസാനിപ്പിക്കാൻ കുവൈറ്റ് സോഷ്യൽ അഫയേഴ്സ് മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്നു. വെറുതെ പറയുക മാത്രമല്ല ചെയ്തത്, ഈ പ്രോസസ് പൂർത്തിയാക്കാൻ കൃത്യം 30 ദിവസത്തെ ഡെഡ് ലൈനും നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കുവൈറ്റ് പെട്ടെന്ന് ഇത്തരം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോയത്? ഇതിന് പിന്നിലെ കുവൈറ്റൈസേഷൻ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? വിരമിക്കുന്ന ജീവനക്കാരുടെ സാമ്പത്തിക ആനുകൂല്യങ്ങളെക്കുറിച്ച് മന്ത്രാലയം നൽകിയ നിർദ്ദേശം എന്തൊക്കെയാണ്? ഇതിന്റെ സമ്പൂർണ്ണ വിവരങ്ങൾ വിശദമായിട്ട് നോക്കാം. വാർത്തയുടെ യഥാർത്ഥ വിവരങ്ങളിലേക്ക് കൃത്യമായിട്ട് കടക്കാം. കുവൈറ്റ് മിനിസ്ട്രി ഓഫ് സോഷ്യൽ അഫയേഴ്സ്, ഫിനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ് ആൻഡ് കോഓപ്പറേറ്റീവ് അഫയേഴ്സ് സെക്ടർ ആണ് ഈ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കുവൈറ്റിലെ എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും യൂണിയനുകൾക്കും ലഭിച്ചിരിക്കുന്ന ഡയറക്റ്റീവ് അനുസരിച്ച്, 1, ഐഡന്റിഫിക്കേഷൻ, അതായത് അവരുടെ സ്ഥാപനങ്ങളിൽ 70 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള എല്ലാ ജീവനക്കാരെയും കൃത്യമായി തിരിച്ചറിയാം. 2, 30-day ഡെഡ് ലൈൻ. സർക്കുലർ ഇറങ്ങിയ തീയതി മുതൽ കൃത്യം 30 ദിവസത്തിനുള്ളിൽ ഇവരുടെ തൊഴിൽ കരാറുകൾ നിയമപരമായിട്ട് അവസാനിപ്പിക്കണം. 3, സബ്മിഷൻ ലിസ്റ്റ്. പിരിച്ചുവിട്ട ജീവനക്കാരുടെ പൂർണ്ണമായ ലിസ്റ്റ് 30 ദിവസത്തിനകം സോഷ്യൽ അഫയേഴ്സ് മന്ത്രാലയത്തിൽ ഒഫീഷ്യലായിട്ട് സമർപ്പിക്കണം. അതായത് യാതൊരുവിധ കാലതാമസവും ഇല്ലാതെ കുവൈറ്റിലെ കോഓപ്പറേറ്റീവ് സെക്ടറിൽ ഒരു വലിയ പുനഃസംഘടന തന്നെ നടക്കാൻ പോവുകയാണ്. ഇവിടെ സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെ 70 വയസ്സ് കഴിഞ്ഞ് ജോലിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ജീവനക്കാരുടെ സാമ്പത്തിക സുരക്ഷയും ആനുകൂല്യങ്ങളും എന്താകുമെന്ന്. മന്ത്രാലയം ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമപ്രകാരം ഈ ജീവനക്കാർക്ക് ലഭിക്കേണ്ട എല്ലാ സാമ്പത്തിക ആനുകൂല്യങ്ങളും നൽകിയ ശേഷം മാത്രമേ പിരിച്ചുവിടൽ നടപടികൾ പൂർത്തിയാക്കാവൂ. പ്രധാനമായും ഇവരുടെ എൻഡ് ഓഫ് സർവീസ് ആനുകൂല്യങ്ങളും മറ്റ് നിയമപരമായ കുടിശ്ശികകളും മുഴുവനായിട്ട് നൽകണമെന്ന് ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട്. രാജ്യത്തിന് സേവനം ചെയ്തവർക്ക് അർഹമായ തുക നൽകി വേണം ഈ റിട്ടയർമെന്റ് നടപ്പിലാക്കാൻ എന്നത് ആശ്വാസകരമായ കാര്യമാണ്. ഇനി എന്തുകൊണ്ടാണ് കുവൈറ്റ് പെട്ടെന്ന് കോഓപ്പറേറ്റീവ് സെക്ടറിനെ മാത്രം ലക്ഷ്യമിട്ട് ഇത്തരം ഒരു തീരുമാനം എടുത്തത് എന്ന് ചോദിച്ചാൽ അതിന് 2 പ്രധാന കാരണങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് കുവൈറ്റൈസേഷൻ അല്ലെങ്കിൽ നാഷണലൈസേഷൻ. കുവൈറ്റ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നയമാണ് സ്വദേശിവൽക്കരണം ശക്തമാക്കുക എന്നത്. കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലെ സൂപ്പർവൈസറി, സപ്പോർട്ടിംഗ് തസ്തികകളിൽ പ്രായമായവർ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേക്കൻസീസിലേക്ക് യോഗ്യരായ യുവ കുവൈറ്റി പൗരന്മാർക്ക് തൊഴിലവസരം നൽകാൻ സാധിക്കും. രണ്ടാമതായിട്ട് ക്ലീനപ്പ് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ സുതാര്യതയുമാണ്. മന്ത്രാലയ തലത്തിലുള്ള വിവരങ്ങൾ അനുസരിച്ച് മുൻകാലങ്ങളിൽ ചില കോഓപ്പറേറ്റീവ് ബോർഡുകളിൽ വ്യക്തിബന്ധങ്ങൾ വഴിയും ഇലക്ഷൻ സ്വാധീനങ്ങൾ വഴിയും പല ബോർഡ് അംഗങ്ങളും ആളുകളെ അനധികൃതമായിട്ട് നിയമിച്ചിരുന്നു എന്ന ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ആ സിസ്റ്റം മാറ്റി സ്ഥാപനങ്ങളിൽ മെറിറ്റും സുതാര്യതയും ഉറപ്പാക്കാനും ഗവർണൻസ് മെച്ചപ്പെടുത്താനും ഇതിലൂടെ സാധിക്കുമെന്ന് സർക്കാർ വിശ്വസിക്കുന്നു. ഈ തീരുമാനം പ്രവാസി സമൂഹത്തെയും ലേബർ മാർക്കറ്റിനെയും എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. കുവൈറ്റിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ താഴെത്തട്ടിലും അഡ്മിനിസ്ട്രേറ്റീവ് റോളുകളിലും ദീർഘകാലമായിട്ട് ജോലി ചെയ്തു വരുന്ന ധാരാളം പ്രവാസികളുമുണ്ട്. 70 വയസ്സ് തികഞ്ഞ പല പ്രവാസികൾക്കും ഈ നിർദ്ദേശം വരുന്നതോടെ തങ്ങളുടെ ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും. ഇത് കുവൈറ്റിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ മിക്ക GCC രാജ്യങ്ങളിലും വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിനും പ്രായപരിധി നിശ്ചയിക്കുന്നതിനും സ്വദേശിവൽക്കരണം ശക്തമാക്കുന്നതിനും വലിയ ഊന്നലാണ് നൽകുന്നത്. സ്വകാര്യ പൊതുമേഖലകളിൽ യുവതലമുറയ്ക്ക് അവസരം ഒരുക്കാൻ പഴയ ജീവനക്കാരെ വിരമിക്കാൻ അനുവദിക്കുന്ന നയം GCC ഒട്ടാകെ വ്യാപിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കുവൈറ്റിലെ തൊഴിൽ മേഖലയെ കൂടുതൽ കാര്യക്ഷമമാക്കാനും യുവാക്കൾക്ക് അവസരം നൽകാനും ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ അഡ്മിനിസ്ട്രേറ്റീവ് റീസ്ട്രക്ചറിംഗിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അടുത്ത 30 ദിവസത്തിനുള്ളിൽ കുവൈറ്റ് സഹകരണ മേഖലയിൽ വമ്പൻ മാറ്റങ്ങൾ ദൃശ്യമാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.